ആട്ടുമ്മനെ കളിപ്പിക്കുവാണോ? ആട്ടുമ്മയെ നമുക്ക് എന്ത് ചെയ്യാം? എന്നെ ചെയ്യുന്ന ആട്ടുമ്മ എന്ന് പറഞ്ഞേ. ഉമ്മ ഇടാൻ പറ്റ ഒരു ഉമ്മ കൊടുത്ത് ആട്ടുമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. കുഞ്ഞിന് ഉമ്മ ഇടാൻ പറ്റും ആട്ടുമ്മ. എന്താ നല്ല സ്നേഹമല്ലേ നോക്കിയ ആട്ടുമ്മയ്ക്ക് കുഞ്ഞിനോട്. കണ്ടാ? ഒരു ഉമ്മ കൊടുത്തേ. അവിടെ കൊടുക്കുള്ളൂ. കിങ്ങിണീന്ന് വിളിച്ചേ. കണ്ടാ കിങ്ങിനെ കുട്ടി. ആട്ടുമ്മ എന്നാ ചെയ്ത മോനെ? ആട്ടുമ്മ ഞാൻ പറയത്തില്ല. പറയ് പ്ലീസ്. എന്താ പറഞ്ഞ? ആട്ടുമ്മ എന്താ ചെയ്തേ കുഞ്ഞിനെ എന്നാ ചെയ്തേ ഒരു ദിവസം ആട്ടുമ്മ ഒന്ന് പറഞ്ഞു? ഒന്നും ചെയ്തില്ല, കെട്ടിപ്പിടിച്ചല്ലോ ആട്ടുമ്മ. എങ്ങനെ കെട്ടിപ്പിടിച്ചേ? എന്നാ ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചല്ലേ ആട്ടുമ്മ? ആരാ മാല വാങ്ങിച്ചു കൊടുത്തേ കിങ്ങിണിക്ക്? അമ്മ. അപ്പന് മാല ഇണ്ടായിരുന്നില്ല, കിങ്ങിണിക്ക് മാല കൊടുത്തു അമ്മ അല്ലേ? കിണിങ്ങണ മാല. നിന്റെ പാൻറ് ഇന്നാ പൊന്നു, നിന്റെ പാൻറ് ഇന്നാ പൊന്നു കിങ്ങിനി. കിങ്ങിണീന്ന് വിളിച്ചേ. ഒന്ന് വിളിച്ചേ, അന്നേരം വിളി കേൾക്കുമെന്ന് നോക്കാം. വിളിച്ചേ കിങ്ങിണിയേന്ന് വിളിച്ചേ. വിളിച്ചേ കിങ്ങിണിയേന്ന് വിളിച്ചേ. കണ്ടോ കിങ്ങിണിക്ക് അപ്പനോട് വലിയ ഇഷ്ടാ. കണ്ടോ? കൈ മാന്തിക്കൊണ്ട് നിക്കുന്നല്ലേ. ബാ നമുക്ക് അവിടെ ഒരു സൂത്രം പറിക്കാൻ പോവാം. ബാ നമുക്ക് കോഴിക്കുട്ടന്മാർക്ക് ഒരു സാധനം ചെത്തിയിട്ട് കൊടുക്കാം. ബാ താഴത്ത് നോക്കി നടക്കണേ അപ്പൂ. കുഞ്ഞിങ്ങ് പോരെ? കോഴിക്കുട്ടന്മാർക്ക് ആരും മാറി നോക്കിയാ കൂട്ടാ. മേത്ത് വീഴല്ലേ. ഇതെന്തിനാന്നറിയാം ഇതിങ്ങനെ ചെത്തി കൊടുക്കണേ? ചൂടല്ലേ, ചൂട് സമയത്ത് അവർക്ക് തണുപ്പ് കിട്ടാനായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ഇരുന്നോളും അവിടെ. അല്ല അതിന് വേണ്ടി ഇത് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി അവിടെ കൊണ്ടുപോയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് അപ്പുകുട്ടിനെ കൊടുക്കാട്ടാ. ഞാൻ പാവയ്ക്ക് പുറത്ത് നോക്കും. പാവയ്ക്ക് അല്ലത്. അതാണ് വെള്ളരിക്ക.
ഭാവിക്കല്ലെങ്കിൽ വെള്ളരിക്ക അല്ലേ? അതാണ് എന്തെന്നാ വെള്ളക്ക വെള്ളക്കായ അല്ലേ? ഇത് ആടിന് കൊടുക്കാം അല്ലേ? ഇലയെല്ലാം ആടിന് കൊടുക്കും. തണ്ടെല്ലാം കൂടി ചുറ്റിയിട്ട് കോഴിക്ക് കൊടുക്കും. ഇതിങ്ങനെ കൊടുക്കണ ഏറ്റവും നല്ല അറിയാം. എൻ്റെ വാഴയെല്ലാം ഇപ്പം തീരും. വാ നോക്കി ഇതെല്ലാം കൂടെ വെട്ടി പിടിച്ചപ്പോൾ കൂട്ടാ. പിടിക്കണ്ട. ആ പോട്ടെ. ഓ വാവ്, ഇതെന്തത്? ഇതെന്തത്? വെള്ളക്കോ. ഫോട്ടോ എടുത്തു. കൈ മാറ്റേ ആട്ടോ നോക്കിക്കോളൂ. അങ്ങനെ പിടിക്കാതെ ഉടുപ്പയിൽ മുഴുവൻ കറിയാവും. ഉടുപ്പിൽ നമുക്കിനി കോഴിക്കുട്ടന്മാരുടെ ആഹാരം ഉണ്ടാക്കാം. ബാ അതിൻ്റെ അടുത്ത് 2 പാകയ്ക്കാൻ കിട്ടും. ഒരു വെള്ളക്കും കൂടെ ഉണ്ട്. ഇതിന്റെ ഫോട്ടോ എടുക്കും. കണ്ട 3 വെള്ളക്ക 3 വെള്ളക്ക കിട്ടി. നമുക്കിപ്പോ ഈ വെള്ളക്ക കറി കൂട്ടാം. എന്ത് കറി വയ്ക്കുന്നേ? എന്നിട്ട് അങ്ങോട്ട് പോകും. നമ്മള് അടുത്ത കാര്യം ചെയ്യാൻ പോവാം. നമ്മൾ അടുത്തത് ഇത് വെട്ടാൻ പോവാണ്. വീട്ടിൽ ആർക്ക് കൊടുക്കാൻ പോണു? കോഴിമാർക്ക്, കോഴിക്കുട്ടന്മാർക്ക് അല്ലേ? കോഴിക്കുട്ടന്മാർക്ക് ഇതെല്ലാം അരിഞ്ഞ് കൊടുത്തിട്ട് ഇതും കൂടെ ഇത് വെട്ടണോ? അത് കൂട്ടാൻ പറ്റും. ഇത് പിടിച്ചോ, നമുക്ക് പിന്നെ കൂട്ടാൻ പറ്റും. ഇത് കോഴിക്കുട്ടന്മാർക്ക് കൊടുക്കട്ടെ, ഇല്ലേ അവന്മാരവിടെ കണ്ട് ബഹളം ഇടും. നമ്മളിപ്പോ ഇത് കൊണ്ട് വയ്ക്കാൻ പോവാണ്. ഇതിങ്ങനെ അരിഞ്ഞെടുക്കണം. ബാ അപ്പൂട്ടൻ വന്നേ. അപ്പൂ ബാ. എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കോഴിക്കുട്ടന്മാർക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരുടെ ദാഹവും കുറഞ്ഞിരിക്കും. അവരുടെ വയറും നിറയും, ദാഹവും കൊടുക്കും. മുട്ടയിടുന്ന കോഴിക്കാണെങ്കിൽ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മാറിയിരിക്കും. ഇതിൻ്റെ ഇത് തെറിക്കും. കാരണം ഉടുക്കയിലൊക്കെ ഇരിക്കാൻ പോവാ. എത്ര കോഴി നമുക്കുള്ളേ? ഒരു 4-5 കോഴി. കോഴിയുണ്ടല്ലേ? എത്ര പൂവൻ കോഴിയുണ്ട്? ആട്ടുംകൂട്ടുമുണ്ട്. അതിന്റെ കൂടെ എനിക്കൊരു ടയറും കിട്ടിട്ടോ. ഇത് കിട്ടിയോ? അരിഞ്ഞ് കൊണ്ട് ഇട്ട് കൊടുക്കണ്ടേ? ചെറുതായിട്ട്
അരിഞ്ഞിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവന്മാരെ നെയ്ന്നറിയോ ഇത് കളയും. നാളെ കൊടുക്കാം. ഇതുകൊണ്ട് അവിടെ ഇരിക്കാതുണ്ട്, അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് നാളെ കൊടുക്കാം. എടുത്ത് വെച്ചോ അതിനകത്ത്. അതില്ല, അതവിടെ പോയി. അത് വെട്ടുന്നുള്ളൂ. വലിയ വലിയതൊക്കെ നമുക്കൊന്നിടം തട്ടും. അല്ലെങ്കിൽ അവന്മാരെ വെറുതെ എടുത്ത് കളയും. അവന്മാര് വെറുതെ കളയും, അതാണ് പ്രശ്നം. വാരിയിടേണ്ട കയ്യിലായില്ലേ തുടക്കണ്ട ഇതൊക്കെ തുടക്കണം, ഏറ്റവും ഒടുവിൽ തുടക്കാൻ മതി. അവിടെ നിൽക്കും. കൈ പോലെ ഇതിനകത്തുള്ള തീറ്റകൾ കേട്ടോ. ഇട്ടു. ഇതാണ് തീറ്റ കോഴിക്കുട്ടന്മാർക്കുള്ള, കണ്ട. ഇനി അവന്മാരങ്ങനെ തിന്നോളും. ദാഹിക്കുമ്പോൾ ഓരോന്ന് പെറുക്കി തിന്നോളും. ഇങ്ങ് പോരും. അങ്ങനെ നമ്മുടെ കോഴിക്കുട്ടന്മാരുടെ തീറ്റ റെഡിയാക്കി.